തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് വേണ്ടി പ്രചാരണത്തിനിറങ്ങില്ലെന്ന തൃശൂർ മേയർ MK വർഗീസിന്റെ നിലപാടും ഇതിനിടയിൽ ചർച്ചയാവുകയാണ്. BJP CPIM അന്തർധാരയുടെ അച്ചുതണ്ടാണ് മേയറെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിൽ മേയർ BJP സ്ഥാനാർത്ഥിയായിരിക്കുമെന്നും പ്രതാപൻ വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് വേണ്ടി പ്രചാരണത്തിനിറങ്ങില്ല എന്ന മേയർ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടറിനോട് വ്യക്തമാക്കിയിരുന്നു. ഭാവിയിൽ BJP സഹകരണ സാധ്യതയും മേയർ തള്ളിയില്ല. നമുക്ക് ആ പ്രതികരണങ്ങളൊന്ന് കേൾക്കാം. തൃശ്ശൂരിലെ BJP CPM അന്തർധാരയുടെ അച്ചുതണ്ടാണ് മേയർ MK വർഗീസ്. മേയർ MK വർഗീസ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി CPM സംഭാവന ചെയ്യുന്ന ആളാണ് MK വർഗീസ്. മാത്രമല്ല, പിണറായി വിജയനും രാജീവ് ചന്ദ്രശേഖരനും തമ്മിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു അച്ചുതണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ നരേന്ദ്രമോദിയും അമീർ ഷായുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം ആ അച്ചുതണ്ട് കൂടുതൽ ബലവത്തായിരിക്കുകയാണ്. ഏതെങ്കിലും മുന്നണികളിൽ പ്രചരണ പ്രവർത്തകനായി വർഗീസേട്ടുണ്ടാവുമോ? ഞാനുണ്ടാവില്ല. എൻ്റെ ആശയവുമായി പൊരുത്തപ്പെട്ടു പോകും. അല്ലെങ്കിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാം. സ്വതന്ത്രമായി എന്നെ പ്രവർത്തന രംഗത്തും ആശയരംഗത്തും സഹായിക്കുന്നവർ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കും. അതനുസരിച്ചായിരിക്കും എൻ്റെ മുന്നോട്ടുള്ള പ്രയാണം. ജെയ്സൺ ചാവളപ്പിൽ നമുക്കൊപ്പമുണ്ട്. ജെയ്സൺ ചാവളപ്പിൽ BJPയുടെ ഒരു സ്വതന്ത്ര മേയർ സ്ഥാനാർത്ഥിയുടെ ശബ്ദമാണോ കഴിഞ്ഞ ദിവസം അപ്പോൾ ജെയ്സൺ കേൾപ്പിച്ചത്? TN പ്രതാപൻ കൂടി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നിലവിലത്തെ പൊസിഷൻ LDFന് 20, UDFന് 24, BJPക്ക് 6, മറ്റുള്ളവർക്ക് 5 തൃശൂർ കോർപ്പറേഷനിൽ. അതിൽ മാറ്റങ്ങൾ വരുത്താൻ മേയറുടെ ഈ നിലപാട് കൊണ്ട് കഴിയുമോ? സുജിയ, നിലവിലുള്ള സ്ഥിതി 24 UDF, 20, അതായത് UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്, 24 LDF പ്ലസ് മേയർ, അങ്ങനെയാണ് 25 എന്ന ഭൂരിപക്ഷത്തിലേക്ക് LDF എത്തിച്ചേർന്നത്. അതോടൊപ്പം തന്നെ 6 BJP. ഈ സ്ട്രാറ്റജി ആയിരുന്നു ഒരു കീറാമുട്ടിയായ ഒരു സംവിധാനത്തിലേക്ക് LDFന് വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട് സത്യത്തിൽ മേയർ MK വർഗീസ്. പക്ഷേ നിവൃത്തികേട് കൊണ്ട് MK വർഗീസിനെ സഹിക്കാതെ, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. നിശബ്ദമായി CPIയുടെ കടുത്ത എതിർപ്പ്, VS സുനിൽകുമാറൊക്കെ പരസ്യമായ പ്രതിഷേധം ഇയാൾക്കെതിരെ, MK വർഗീസിനെതിരെ പ്രകടിപ്പിച്ചിട്ട് പോലും തൊടാൻ പോലും CPM തയ്യാറായില്ല. ആ പശ്ചാത്തലത്തിലാണ് TN പ്രതാപൻ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ സംഭാവനയാണ്, BJPക്കുള്ള സംഭാവനയാണ് MK വർഗീസിന്റെ സ്ഥാനാർത്ഥിത്വം. ഇതിനുവേണ്ടിയുള്ള അച്ചുതണ്ടും അന്തർധാരയുമൊക്കെ സജീവമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറേ കാലമായി BJPക്ക് അനുകൂലമായ, സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരു നിലപാട് MK വർഗീസ് എടുത്തിട്ടും യാതൊരു രീതിയിലുള്ള എതിർ ശബ്ദമുയർത്താൻ CPM തയ്യാറാവാതിരുന്നതാണ്. മാത്രമല്ല, TN പ്രതാപനെ പ്രകോപിപ്പിച്ച മറ്റൊരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം നമ്മോട് തന്നെയാണ് അക്കാര്യം വെളിപ്പെടുത്തിയത് MK വർഗീസ്. സുരേഷ് ഗോപി പണം നിരവധി തന്നു വികസനത്തിന്, TN പ്രതാപൻ MP ആയിരിക്കുമ്പോൾ നാപ്പൈ തന്നില്ല എന്ന് പരസ്യ വിമർശനം MK വർഗീസ് നടത്തുന്നു. ഇതെല്ലാം ചേർത്താണ് ഇന്ന് അതീവ ഗുരുതരമായ, അതീവ രോക്ഷത്തോടുകൂടി TN പ്രതാപൻ പ്രതികരിച്ചിരിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MK വർഗീസ് സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം UDFലും LDFലും എന്തായാലും സ്ഥാനാർത്ഥിയാവാൻ കഴിയില്ല. ഇത് CPIയുടെ സീറ്റാണ്. CPI അങ്ങനെ അടുപ്പിക്കില്ല. UDFൽ നിന്നും അങ്ങേര് പോയതാണ്. പിന്നെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് അത് സാധ്യമല്ല. പിന്നെ സാധ്യതയുള്ള NDA സ്ഥാനാർത്ഥിയായിരിക്കും വരാൻ. സുരേഷ് ഗോപി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നു. അതാണ് ഈ ആശങ്കയ്ക്കും അതുപോലെ തന്നെ ഈ ആകാംക്ഷയ്ക്കൊക്കെ എരിവ് കൂട്ടുന്നത് എന്ന് പറയേണ്ടി വരും. MK വർഗീസ് വളരെ വ്യക്തമായി മറ്റൊരു കാര്യം കൂടി പറയും. ഇനി ഞാൻ ഈ മത്സരത്തിനൊന്നില്ല, കോർപ്പറേഷനിലേക്ക് ഞാൻ മേയറായിരുന്നത്, അതിന് താഴെ ഇരിക്കാൻ എനിക്ക് പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും അദ്ദേഹം വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ശരി, ജെയ്സൺ ചാവളപ്പിലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.